ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ട്രെൻഡി ആയിട്ടുള്ള സ്ക്രഞ്ചി വിത്ത് ടെയിൽ ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും സ്ക്രഞ്ചി മാത്രം യൂസ് ചെയ്യുന്നത് കുറവാണ്. ഇപ്പോൾ മോഡേൺ ആയിട്ട് ഒരു ലുക്ക് കിട്ടുന്ന ഒരു ഐറ്റം സ്ക്രഞ്ചി വിത്ത് ടെയിലാണ് കേട്ടോ. സ്ക്രഞ്ചി എന്ന് പറയുന്നത് കുറേ മുന്നേ ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്ക്രഞ്ചി മാറി സ്ക്രഞ്ചിൻ്റെ കൂടെ ഒരു ടെയിൽ വെച്ചിട്ടാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചൊരു മോഡേൺ അറ്റയർ കിട്ടുമല്ലോ. അപ്പോൾ എല്ലാ ഡ്രസ്സിനാണെങ്കിലും മാച്ച് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. ബിഗിനേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെന്താ, അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ ഈ ഒരു വീഡിയോയിൽ സ്ക്രഞ്ച് മേക്ക് ചെയ്യുന്നത് ചെയ്യുന്നില്ല കേട്ടോ. കാരണം മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എല്ലാവരുടെയും ഞാൻ ഈ ഒരു ടെയിൽ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു ഡാർക്ക് ബ്ലാക്ക് കളർ സാറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്ക്രഞ്ചി ബ്ലാക്ക് കളറാണല്ലോ. അപ്പോൾ ഞാനൊരു സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തു. ഈ ഒരു സ്ക്രഞ്ചിയിലാണ് ഞാൻ ഈ ഒരു ടെയിൽ മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ സ്ക്രഞ്ചിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു സ്ക്രഞ്ചിയുടെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ മുന്നത്തെ മറ്റുള്ള വീഡിയോകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ടെയിൽ എങ്ങനെയാണെന്ന് മേക്ക് ചെയ്തതെന്ന് നോക്കാം. ഞാൻ ഈ ഒരു പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ഫോൾഡ് ചെയ്തെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആ ഒരു ക്ലോത്ത് ടെയിൽ ഉണ്ടാക്കേണ്ട ക്ലോത്ത് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം, ഫോൾഡ് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം മിഡിലൂടെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യണം. ഇതിന് ഡബിൾ ഫോൾഡ് വേണം കേട്ടോ. ഒരു ഫോൾഡ് കൂടി ഒന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് മിഡിലിൽ വെച്ചിട്ട് ഒരു ഫോൾഡ് കൂടി കൊടുക്കണം. അത് ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആദ്യം മിഡിലൂടെ ഒന്ന് ഫോൾഡ് ചെയ്യണം, ഒരു ഫോൾഡ് കൂടി കൊടുക്കണം. അതിനുശേഷം അപ്പോൾ ഡബിൾ ഫോൾഡ് കഴിഞ്ഞാൽ ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു ഫോൾഡ് കൂടി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു 1 ഇഞ്ചും സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 2 ഇഞ്ചും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നേരെ മുകളിലോട്ടായിട്ട് 1 ഇഞ്ച്, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടൊരു 2 ഇഞ്ചുമാണ് മാർക്ക് ചെയ്തത്. അതിനുശേഷം നമുക്ക് ആ ഒരു ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കണം. ഷേപ്പ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഷേപ്പിന് അനുസരിച്ചിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട ഇവൾക്ക് വേറെ പേപ്പറൊന്നും കിട്ടിയില്ലേ എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ അന്വേഷിച്ചപ്പോൾ പെട്ടെന്ന് കിട്ടിയത് ഇതാണ്. അപ്പോൾ ഇതിലൊന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായതുകൊണ്ട് കുഴപ്പമില്ല. സാറ്റിൻ്റെ ക്ലോത്ത് എത്രയാണ് മെഷർമെൻറ്റ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ വിഡ്ത്ത് ഞാൻ 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ലെങ്ത്ത് വരുന്നത് 21 ഇഞ്ചുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് ഒന്ന് ഫോൾഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ക്ലോത്തിൻ്റെ അകത്ത് ഞാനപ്പോൾ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫോൾഡ് ചെയ്യേണ്ട ആ ഒരു ഭാഗത്തൂടെ ഒന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അയൺ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 1 ഫോൾഡ് ഞാൻ ഇതുപോലെ മിഡിലൂടെ ചെയ്തിട്ടുണ്ട്. ഇനി 1 മോർ ഫോൾഡ് കൂടി ചെയ്യണം. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ചെയ്തു. ഇനി റൈറ്റ് സൈഡിലേക്ക് ഒരു ഫോൾഡ് കൂടി വേണം. ഇപ്പോൾ ഫോൾഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് മുകളിലോട്ട് 1 ഇഞ്ചും അവിടുന്ന് റൈറ്റ് സൈഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു ഷേപ്പിലോട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെയുള്ള ഷേപ്പ് കിട്ടും. ഞാനൊരു പിന്ന് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. തെന്നി മാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പിന്ന് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഞാനിതൊന്ന് നിവർത്തി കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഞാനിപ്പോൾ ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതേ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കുന്നത്. ഒന്നുകൂടി അയൺ ചെയ്തൊന്ന് നിവർത്തി വെക്കണം. അതിനുശേഷം നമുക്ക് നല്ല വശവും ഒന്ന് ചേർത്ത് വെച്ചിട്ട് അരികു വശത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ നടുക്ക് വിടണം. നമ്മളൊരു 2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു മിഡിൽ പോർഷനിലായിട്ടൊരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം നല്ല വശത്തോടെ നമുക്കൊന്ന് മുറിച്ചെടുക്കണം. പുറത്തോട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പിന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അയൺ ചെയ്തിട്ട് ഇങ്ങനെ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. റണ്ണിങ് സ്റ്റിച്ച് ആയാലും മതി, സ്റ്റിച്ച് തന്നെ വേണമെന്നില്ല.
ഞാനിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാക്സിമം സെയിം കളർ ത്രെഡ് തന്നെ എടുക്കാൻ നോക്കണം, ക്ലോത്തിൻ്റെ സെയിം കളർ തന്നെ. ഞാനിപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്, സെയിൽ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ത്രെഡ് മാറ്റാതിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഗ്യാപ്പിലൂടെ നല്ല വശത്തേക്കൊന്ന് മറിച്ചിടണം. എന്നിട്ട് മറിച്ചിട്ടതിന് ശേഷം കോർണറൊക്കെ ഒന്ന് നല്ലൊരു ഷേപ്പിലോട്ടേക്ക് മാറ്റിയെടുക്കണം. എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൂടിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു നീറ്റായിട്ട് കിട്ടും നിങ്ങൾക്ക്. ഒന്ന് അയൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഷേപ്പിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അയൺ ചെയ്തെടുത്തപ്പോൾ തന്നെ നല്ലൊരു നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് ഈ ഒരു ടൈ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഒരു സ്ക്രഞ്ചിൻ്റെ മുകളിലൊന്ന് ടൈ ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു കുടുക്കിട്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഒരു സ്ക്രഞ്ചി വിത്ത് ടൈ ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ടൈ മേക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു ഷേപ്പിൽ കാണിച്ചതേ ഉള്ളൂ. നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ടൈ സ്ക്രഞ്ചിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും നമുക്ക് മാച്ച് ചെയ്യുന്ന ഒരു ഹെയർ ആക്സസറീസ് ആണ് ഈ സ്ക്രഞ്ചി വിത്ത് ടൈ വരുന്നത്. അപ്പോൾ എല്ലാ ജീൻസിൻ്റെ കൂടെ ആണെങ്കിലും ഞാനൊക്കെ ജീൻസിൻ്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കുർത്തയാണെങ്കിലും പിന്നെന്താ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും നമുക്ക് മാച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു ഹെയർ ആക്സസറീസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.